കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തേക്കും. കള്ളപ്പണം ഉപയോഗിച്ചാണ് പൊറത്തുശ്ശേരിയിൽ പാർട്ടി ഭൂമി വാങ്ങിയതെന്നാണ് കണ്ടെത്തൽ. രണ്ടാം ഘട്ടത്തിൽ 20 പേരെ പ്രതി ചേർക്കാനാണ് ഇഡി നീക്കം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സിപിഎമ്മിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിയെ പ്രതി ചേർക്കാനുള്ള നീക്കം തുടങ്ങിയത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ എം വർഗീസിനെയും പ്രതിയാക്കിയേക്കും. വർഗീസിനെ ഇഡി പലതവണ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ചോദ്യം ചെയ്ത AC മൊയ്തീൻ, MK കണ്ണൻ, PK ബിജു എന്നിവരുടെ കാര്യത്തിലും ഇഡി ഉടൻ തീരുമാനമെടുക്കും. രണ്ടാം ഘട്ടത്തിൽ 20ഓളം പേരെ കൂടി പ്രതി ചേർക്കാനാണ് ഇഡിയുടെ നീക്കം. ബാങ്കിൽ നിന്നും അനധികൃത വായ്പയെടുത്ത് തിരിച്ചടക്കാത്തവരും പ്രതികളാകും. തൃശൂർ പൊറത്തുശ്ശേരിയിൽ സിപിഎമ്മിനായി സ്ഥലം വാങ്ങിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. കേസിൽ സിപിഎമ്മിന്റേതുൾപ്പെടെ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇഡിയുടെ നീക്കം. സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 സ്ഥിര നിക്ഷേപങ്ങളും കീഴ്ഘടകങ്ങളുടെ നിക്ഷേപങ്ങളും അടക്കം കണ്ടുകെട്ടാനാണ് തീരുമാനം. പൊറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി വാങ്ങിയ സ്ഥലവും ഇതിൽ ഉൾപ്പെടുന്നു. അതിനിടെ ക്രൈംബ്രാഞ്ച് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. കരുവന്നൂർ, കുട്ടനെല്ലൂർ സഹകരണ ബാങ്കുകളിലെ തട്ടിയെടുത്ത പണം LDF തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചെന്ന പരാതിയിലാണ് നടപടി. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അനിൽ അക്കര പരാതി നൽകിയത്. റിപ്പോർട്ടർ, കൊച്ചി.